വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ 1 കിലോ നേന്ത്രപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട വെള്ളത്തിൽ ഞാനൊരു 10 മിനിറ്റ് ഈ കായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊന്ന് കഴുകിയെടുക്കണം. ഞാനൊരു പാത്രത്തിലേക്ക് 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ചുക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുക്കണം. പിന്നെ അരിപ്പൊടിയാണിത്, അതും 2 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഈ ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കണത്. രണ്ട് സൈഡും ഇങ്ങനെ ഇളക്കി കൊടുക്കണം, എന്നാലേ 2 ഭാഗം ഒരുപോലെ ആയി വരുള്ളൂ. ഇപ്പോൾ ദേശം ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ 400 ഗ്രാം ശർക്കരയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഏകദേശമൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം. ഈ ശർക്കരപ്പാനിയും നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഒരു നൂൽ പരുവാവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയ്ക്കൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ചത് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സായി വരുമ്പോൾ അടുത്തതും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളത് ഡ്രൈ ആക്കി എടുക്കണം. ബാക്കിയുള്ളതും കൂടിയും ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്തായാലും നമ്മൾ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.